രോദനം. എല്ലാരും പോയി കാണണം. ഞങ്ങക്ക് പറഞ്ഞത് എന്താണ് നമ്മുടെ ഓഡിയൻസ് എക്സ്പെക്ട് ചെയ്യേണ്ടത് അതിരടി കാണാൻ പോകുമ്പോ? എക്സ്പെക്ട് ചെയ്യാൻ ഒരു വെക്കേഷൻ ടൈമിൽ കാണാൻ പറ്റുന്ന ഒരു ക്യാമ്പസ് കോളേജ് എന്റർടൈനർ, അങ്ങനെ ഒരു 80% സിനിമ ഒരു കോളേജിന്റെ അകത്ത് നടക്കുന്ന സിനിമയാണ്. അപ്പോൾ ഈ പറയുന്ന ഫ്രണ്ട്ഷിപ്പ് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്, റൊമാൻസ് ഉണ്ട്, അല്ലാതെ വേറെ ബ്രദർഹുഡ് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതല്ലാതെ കുറെ നിറയെ തമാശകളും ഈ പറയുന്ന ആക്ഷനും ഒക്കെ ആയിട്ട് ഭയങ്കര രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന എല്ലാ ഫാമിലിയും, ലൈക്ക് ഒരു കുഞ്ഞു കുട്ടി മുതൽ പ്രായമുള്ള ആൾക്കാർക്ക് വരെ നമുക്ക് പോയി കണ്ടാലും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഓഫ് ഒരു സിനിമയാണ്. ഒരു ക്ലീൻ, ഒരു കമേഴ്ഷ്യൽ എന്റർടൈനർ സിനിമ. അത് അങ്ങനത്തെ പാട്ടും കുറെ നേരത്തെ പറഞ്ഞ പോലെ വിഷ്ണു വിജയുടെ കുറെ പാട്ടുകളുണ്ട്. അപ്പോൾ പാട്ടുകളും ആക്ഷനും ബഹളവും ഒക്കെ ആയിട്ട് വലിയ വലിപ്പത്തിൽ കുറെ പൈസയൊക്കെ ചെലവാക്കി ചെയ്ത ഒരു സിനിമയും കൂടെ. അപ്പൊ അതിൻ്റെതായ ഒരു വലിപ്പമുണ്ട്. അപ്പൊ അത് കാരണം ഒരു വെക്കേഷന് പ്രൊഡ്യൂസറുടെ രോദനം. അതെ അതെ, എല്ലാരും പോയി കാണണം. ക്ലൈമാക്സ് കുറച്ച് ഇമോഷണൽ ആയി പോയി, പറഞ്ഞിച്ചിരി മാസമായിട്ടൊക്കെ തുടങ്ങിയത്. ഓക്കെ വിനീതേട്ടാ, ഇതിൽ നന്നായിട്ട് ഇത് പറയാൻ പറ്റില്ല. എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്റർടൈനിങ് ആയിട്ടുള്ള സിനിമയായിരിക്കും. എല്ലാവരും പോയിട്ട് ഈ വെക്കേഷൻ സമയത്ത് ബേസി പറഞ്ഞ കാര്യം തന്നെ എല്ലാവരും എൻജോയ് ചെയ്തിട്ട് ഫാമിലി ആയിട്ട് പോയി കാണാം. ഈ കിക്ക് കിട്ടുന്നത് സ്ഥിരമാക്കിയിട്ടുണ്ടല്ലോ ബേസിൽ. കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ ആവാറുണ്ട്. എന്റെ എല്ലായിടത്തും പിടിക്കല സ്ഥിരമായിട്ട്. ഇനി കൊടുക്കണ ഒരു സിനിമ ചെയ്യണം ആക്ച്വലി, KGF ഒക്കെ പോലെ. കൊടുത്തോണ്ടേ കിട്ടി കിട്ടി മതിയായി. ഇപ്പത് നമ്മുടെ തോറാണ് ബേസിലേട്ടാ. അങ്ങനെ ഇരിക്കട്ടെ, നമുക്കൊരു കേക്ക് കട്ട് ചെയ്താലോ? അങ്ങനെ നമ്മുടെ അതിരടി മൂവി തിയേറ്ററിൽ ഇങ്ങനെ നിറഞ്ഞോടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എല്ലാവരും അതിൽ ഹാപ്പിയാണ്. പ്രേക്ഷകരെല്ലാവരും കാണാത്ത ആൾക്കാർ ഉറപ്പായിട്ടും പോയി കാണാം. നമ്മുടെ ബേസിലേട്ടന്റെ പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക് ആദ്യത്തെ വെഞ്ചറാണ്. സംഭവം സക്സസ്. നമുക്ക് കട്ട് ചെയ്യാം അല്ലേ? ഏത് അപ്പൊ ബേസിലേട്ട ഓൾ ദ വെരി ബെസ്റ്റ്. അതിരടി ഫുൾ ടീമിനെ ഞങ്ങളുടെ എല്ലാ വിശ്വാസവും അറിയിക്കണം. അതിരടി ഇങ്ങനെ നിറഞ്ഞോടിക്കൊണ്ടേയിരിക്കട്ടെ അല്ലേ MJ അങ്കിൾ? അല്ല, നമുക്ക് മലയാള സിനിമയ്ക്ക് പൂക്കാലം തന്ന രണ്ടാൾക്കാരാണ് ഇവിടെ നിൽക്കുന്നത്. പുതുപൂക്കാലം, എത്രയോ പൂക്കാലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ പുതുപൂക്കാലാണ്. വിനീതിന്റെ ആണെങ്കിലും അല്ലെങ്കിൽ ബേസിലിന്റെ സിനിമകൾ ഒക്കെ ആണെങ്കിലും അത് കാണണമെന്ന് എപ്പോഴും ഞാൻ പേഴ്സണലി എനിക്ക് ആഗ്രഹമുണ്ട്. എല്ലാവരെയും പോലെ അതൊക്കെ കാണുമ്പോഴത്തേക്കും ഭയങ്കര അഭിമാനവും ഇഷ്ടവും ഒക്കെ തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ നേരിട്ട് ഒരിക്കൽ കൂടി ഓഫ്കോഴ്സ് വിനീത് എത്രയോ വർഷമായിട്ടുള്ള നമ്മുടെ യാത്രയുണ്ട് പാട്ടിൻ്റെ. അപ്പോൾ വിഷ്ണുവിനെയും ഇപ്പോൾ കാണാൻ പറ്റി, വളരെയധികം സന്തോഷം. വിഷിങ് ഓൾ ദി ബെസ്റ്റ്. ഇപ്പം തന്നെ നന്നായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അതിഗംഭീരമായിട്ട് പോയിക്കൊണ്ടിരിക്കട്ടെ. പുതിയ പുതിയ ചിന്തകൾ, പുതിയ പുതിയ സിനിമകളിലേക്ക് നയിക്കട്ടെ. അതെല്ലാം കാണാനുള്ള ഭാഗ്യം നമുക്കുണ്ടാവട്ടെ. താങ്ക് യു സർ. താങ്ക് യു.